ഞാൻ ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജി.പി. രാമചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് ആദ്യം വന്നിരുന്നു, പക്ഷേ എന്തോ സാങ്കേതിക തടസ്സം പിണഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഛാവ എന്ന ഈ ചരിത്രവും ഭൂതകാലവും ഉണ്ടല്ലോ. ചരിത്രം ഒരുപക്ഷെ നാം കണ്ടിട്ടുള്ളതല്ല, അത് വായിക്കുകയും മറ്റു കാര്യങ്ങളിലൂടെ അറിയുന്നതാണ്. ഭൂതകാലം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ കണ്ടു കടന്നു പോയതാണ്. 1996-ഉം 2002-ഉമൊക്കെ നാം കണ്ണിൽ കണ്ട സംഘപരിവാറിൻ്റെ ഭീകരതകളാണ്. അങ്ങനെ കണ്ണിൽ കണ്ട സംഘപരിവാറിൻ്റെ ഭൂതകാലത്തെ ഭീകരതകൾ പോലും ഒരു സിനിമാ ആവിഷ്കാരം എന്ന നിലയിൽ പോലും പ്രതിഫലിപ്പിക്കാനാകില്ല എന്ന തിട്ടൂരം കേന്ദ്ര അധികാരത്തിൻ്റെ പുറത്ത് മോഡി നടത്തുകയാണ്, RSS നടത്തുകയാണ്. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും എമ്പുരാൻ ടീമിനെയും ആക്രമിക്കുകയാണ്. ജി.പി., ഇതാണ് ഫാസിസ്റ്റ് പ്രവണത. അതെ, ഇപ്പോ താങ്കൾ പറഞ്ഞ ഛാവ മാത്രമല്ല, നമുക്ക് കേരള സ്റ്റോറി എന്ന സിനിമ എടുക്കുക. കേരള സ്റ്റോറി എന്ന സിനിമയിൽ 32,000 മുസ്ലിം ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റിയ ലവ് ജിഹാദ് ഇവിടെ നടന്നു എന്ന വളരെ മലീമസമായ നുണ. അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും തീർച്ചയായും കോൺഗ്രസ് അടക്കമുള്ള ആളുകളും പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടും അത് തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി വരെ ആ സിനിമയാണ് കാണേണ്ടത് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. കാശ്മീർ ഫയലിന്റെ കാര്യവും ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഛാവ എന്ന സിനിമ ഇറങ്ങിയിട്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലടക്കം വർഗീയ കലാപത്തിലേക്ക് അടക്കം രാജ്യം പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ ഇവിടെ ഒളിഞ്ഞിരുന്ന് സൈബർ ആക്രമണത്തിലൂടെ വളരെ അശ്ലീലമായ അത് നമുക്കിവിടെ ഒരു പൊതുവേദിയിലൊന്നും പറയാൻ പോലും പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ ഇതിലേക്ക് പൃഥ്വിരാജിന്റെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ചുള്ള വളരെ മോശമായ രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഫാസിസ്റ്റുകൾ. ആ ഒരു നീക്കം ഇവിടെ നടന്നിരിക്കുന്നത് തന്നെ നമ്മളുടെ രാജ്യത്തെ സാഹചര്യം എന്താണ്, ആ സാഹചര്യത്തിന്റെ ഭാഗം തന്നെയാണ് കേരളത്തിലും. കാരണം കേരളം ഇന്ത്യയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒന്നല്ലെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷം കൂടി പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ പൊതുബോധത്തിലുള്ള സെക്കുലറിസ്റ്റ് മൂല്യങ്ങൾ, ആ ജനാധിപത്യ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യ മൂല്യങ്ങൾ, കലയെ സംബന്ധിച്ചും സംസ്കാരം സംബന്ധിച്ചുള്ള മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ എല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷയ്ക്കെത്തുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ആ രക്ഷയ്ക്കെത്തുന്ന ആ മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി കേരളം നിൽക്കേണ്ടതുണ്ട്. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളത്തിന്റെ രക്ഷയിലാണ് നമുക്ക് പൃഥ്വിരാജിനായാലും മോഹൻലാലിനെ ആയാലും മുരളി ഗോപി ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ചോ മറ്റു സൂക്ഷ്മമായ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ അവർ പരിഹസിച്ചിട്ടുണ്ടാവും, കോൺഗ്രസിനെ പരിഹസിച്ചിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം അതിനെല്ലാം ഉള്ള അവസരം ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, മല്ലിക സുകുമാരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നന്ദി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ വേണമായിരുന്നു. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി, പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രി ഇനിയും തുടരണം. കാരണം വലിയ കരുത്താണ് അദ്ദേഹം. ഈ അനീതിയുടെ അക്രമത്തിന്റെ സംഘപരിവാർ ഭാഷകൾക്കെതിരെ ഒരു പ്രതിരോധത്തിന്റെ പരിചയമായി നിൽക്കാൻ, നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി വേണം. വളരെ നന്ദിയാണ് അവർ കൈരളി ന്യൂസിനോട് തന്നെയാണ് പറഞ്ഞത്. അതെ, തീർച്ചയായും. ഇപ്പോ ഈ രാജ്യത്ത് ചെറുതും വലുതുമായ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരമായ വർഗീയ സംഘർഷങ്ങളിലൂടെ രാജ്യത്തെ തന്നെ പിളർക്കുന്ന ഒരു സമീപനമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഹോളിയുടെ സമയത്ത് എന്താണ് നടന്നിട്ടുള്ളത്. പലതും നമുക്ക് ഇപ്പൊ ആൾക്കാർക്ക് ഓർമ്മയില്ലാത്ത പോലെയാണ്. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 92 ഡിസംബർ 6-ന്റെയും അല്ലെങ്കിൽ 2002 ഫെബ്രുവരിയിലെ സംഭവത്തെയും ഇപ്പൊ പുതിയ ജെൻസി എന്ന് പറയുന്ന ഇപ്പൊ 20 വയസ്സോ 15-17 വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവത്തെ ഈ സിനിമയിലൂടെ അതിന്റെ ഒരു രേഖ വന്നു എന്നുള്ളതാണ്. ആ രേഖ വന്നിട്ടുള്ളതാണ് അവരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ആ അസ്വസ്ഥപ്പെടുത്തിയത് തീർച്ചയായും അത് ആ സിനിമയുടെ അതാണ്. ജി.പി. ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ അടിവരയിടേണ്ടതാണ്. കാരണം 2002-ഉം 92-ഉം ഡിസംബർ 6-ഉം ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭീകരത, അതിനുശേഷം ബോംബെയിലടക്കം രാജ്യത്ത് നടന്ന കലാപം ഡിസംബർ 6-ന് ശേഷം, അതിനുശേഷം ഈ 2002 ഗുജറാത്ത് കലാപം, ഇതൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഭീകരതകൾ, ഗർഭസ്ഥ ശിശുവിനെ പോലും ശൂലം കൊണ്ട് കുത്തിയെടുക്കുന്നത്. പക്ഷേ ഇതൊന്നും കാണാത്തൊരു ന്യൂ ജനറേഷനുണ്ട്. അവർ ഇത് വായിച്ചറിയാനും ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൻ്റെ വാർത്തകൾ എടുക്കാനും ഒക്കെ നിദാനമാകുന്നു ഈ സിനിമയും ഈ സിനിമയിലെ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വശങ്ങളും. ബജ്രംഗി എന്ന പേര് തന്നെ കുപ്രസിദ്ധമാക്കിയ ഒരാൾ ഉണ്ട് യഥാർത്ഥത്തിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വശം ഉണ്ട്. ആ വശം ആണ് ഒരുപക്ഷെ ഫാസിസത്തെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്നത്. ഈ ന്യൂ ജനറേഷൻ ഇത് അറിയുമോ എന്ന്, അല്ലേ ജി.പി.? അതെ, തീർച്ചയായും. കാരണം ന്യൂ ജനറേഷൻ നമുക്കറിയാം, ഇന്നത്തെ ഒരു മാധ്യമ രംഗം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സിനിമ, ഞാനിതിന്റെ യാദൃശ്യമാണെങ്കിൽ ഒരു കാര്യം പറയാം. ഈ സിനിമ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ
പിന്നെ മുതൽ മുടക്കിയിട്ടുള്ള ഈ സിനിമയുടെ ഒരു ചെറിയ പരസ്യം പോലും നമ്മുടെ മലയാള പത്രങ്ങളിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിനു മുൻപ് വന്ന പുലിമുരുകൻ, ലൂസിഫർ അടക്കമുള്ള പടങ്ങളുടെ ജാക്കറ്റ് പേജാണ് വന്നിട്ടുള്ളത്. ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ അത് പിന്നെ ഞാൻ പത്രമാധ്യമങ്ങളെ കുറച്ച് കാണുകയല്ല, ഞാൻ അത്തരത്തിൽ മാധ്യമങ്ങൾ എഴുതുന്ന ഒരാൾ എന്നുള്ള എനിക്ക്, അല്ലെങ്കിൽ അപ്പൊ അത്ര പോലും ഇല്ലാതെ തന്നെ പത്രത്തിന്റെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മേഖലകളിലൂടെയാണ് അവർ പരസ്യം കൊടുക്കുന്നത്. ചിലപ്പോൾ അടുത്ത ആഴ്ച മറ്റോ വരുമായിരിക്കാം, ഇല്ല എന്നല്ല. പക്ഷെ ഒന്നാമത് ഇന്നു മുതൽ എന്നുള്ള പരസ്യം വന്നിട്ടേ ഇല്ല. അപ്പൊ അത് അപ്പൊ അത്തരത്തിൽ വളരെ പിന്നെ ധാരാളം ആയിട്ടുള്ള മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. ഈ മാധ്യമങ്ങളിൽ എല്ലാം ഛിന്ന ഭിന്നമായി പല അറിവുകളും ആളുകളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യാനന്തരം അല്ലെങ്കിൽ സത്യാനന്തരം എന്ന് പറയുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലും സിനിമയുടെ പ്രസക്തി, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ വളരെ വലിയ തോതിൽ ഇറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ഇത് പിന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ ലോകം മൊത്തം ഇറങ്ങിയിരിക്കണം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, അങ്ങനെ നമ്മൾക്ക് മലയാളികൾ ഉള്ളതും ഇല്ലാത്തതും. അതുപോലെ തന്നെ ഇന്ത്യയിൽ അഹമ്മദാബാദ് അടക്കം, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ദില്ലിയിലും എല്ലാ സ്ഥലത്തും ഒരേ മലയാളം പ്രിന്റും അത് മറ്റ് ഭാഷകളിലുള്ള പ്രിന്റുകളും എല്ലാം ഇറങ്ങാൻ കഴിഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള അവർക്ക് അതിനുള്ള പണം മുടക്കുക, അവർക്ക് അതിനുള്ള ഒരു ആ രീതിയിൽ അവർ അതിന്റെ നിർമ്മാതാക്കളെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. പൃഥ്വിരാജ് അടക്കം ആൾക്കാരെയും, ആശീർവാദ് സിനിമാസ്, ഗോകുലം ഗോപാലൻ, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഇവരെല്ലാം അഭിനന്ദിക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതിലേക്ക് അവർക്ക് പാൻ ഇന്ത്യൻ സിനിമയിൽ. അപ്പൊ അതിൽ ഇവര് പിന്നെ ഈ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ഒരു പിന്നെ വലിയ ജനപ്രിയതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ഇതിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ആ സിനിമയ്ക്കെതിരായിട്ടുള്ള ആക്രമണം എന്താണ് പിന്നെ വളരെ രൂക്ഷമായി. കാരണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും പ്രധാനമല്ല, തങ്ങളുടെ അധികാരവും ആ അധികാരത്തിന് വേണ്ടി ആരെയും ചവിട്ടി അരയ്ക്കും, തീർച്ചയായും പിന്നെ ആരെയും തീർച്ചയായും എന്നുള്ള